നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഡിസ്കസ് ചെയ്തായിരുന്നു. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോകാം. ഒന്നാമത്തെ ചോദ്യം, നീലമലകളുടെ നാട് എന്നറിയപ്പെടുന്നത് നീലഗിരി. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ സജീവ അഗ്നിപർവ്വതം കാണപ്പെടുന്നത് ബാരൻദ്വീപ്. അടുത്ത ചോദ്യം, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഇന്ത്യൻ നദി ഗംഗ. അടുത്ത ചോദ്യം, ഫക്ര നങ്കൽ അണക്കെട്ട് ഏത് നദിയിലാണ്? സത്ലജ്. അടുത്ത ചോദ്യം, ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്നാണ് ചോദ്യം. സാങ്പോ. അടുത്ത ചോദ്യം, ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് കാവേരി. അടുത്ത എട്ടാമത്തെ ചോദ്യം, പ്രസിദ്ധമായ ജോഗ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ശരാവതി. അടുത്ത ചോദ്യം, ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാവികസേന ദിനം ഡിസംബർ 4. അടുത്ത ചോദ്യം, ദക്ഷിണ വ്യോമ കമാൻഡ്സിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. അടുത്ത ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ മിസൈൽ ഏതാണ് എന്നാണ് ചോദ്യം. പൃഥ്വി. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏത് ഭരണഘടനയെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്? അമേരിക്ക. അടുത്ത ചോദ്യം, വാരണസി ഏത് നദീതീരത്താണ്? ഗംഗ. അടുത്തത് ഒരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 16ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ 5 മുതൽ 11 ഭാഗം പ്രതിപാദിക്കുന്നത് എന്തിനെയാണ് എന്നാണ് ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിലെ 5 മുതൽ 11 ഭാഗം പ്രതിപാദിക്കുന്നത് എന്തിനെയാണ്? പൗരത്വം. അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് ഏത് വർഷമാണ്? 2010. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പ്രഥമ പൗരൻ പ്രസിഡന്റ്. അടുത്ത ചോദ്യം, രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് എന്തിലാണ്? രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് എന്തിലാണ്? നിർദ്ദേശക തത്വങ്ങൾ. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് ഏത് വർഷമാണ് എന്നാണ് ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1976. അടുത്ത ചോദ്യം, സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ ആരാണ് എന്നാണ് ചോദ്യം. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അടുത്ത ചോദ്യം, അന്യായമായി തടവിലാക്കപ്പെട്ട ഒരാളെ വിടുവിക്കാൻ പുറപ്പെടുവിക്കുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ്. അടുത്ത ചോദ്യം, ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി മജിസ്ട്രേറ്റ് കോടതി.
അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് ഏത് വർഷമാണ്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് ഏത് വർഷമാണ്? 2005. അടുത്ത ചോദ്യം, ലോക ഭൗമ ദിനം ആചരിക്കുന്നത് എപ്പോഴാണ് എന്നാണ് ചോദ്യം. ലോക ഭൗമ ദിനം ഏപ്രിൽ 22. അടുത്ത ചോദ്യം, കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? കേരളത്തിലെ കോൾ നിലം ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ. അടുത്ത ചോദ്യം, കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം. കേരളത്തിലെ മയിൽ സംരക്ഷണ കേന്ദ്രം ചൂളന്നൂർ. അടുത്ത ചോദ്യം, ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ ഏതാണ്? ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ മലനിരകൾ ഏതാണ്? പശ്ചിമഘട്ടം. അടുത്ത ചോദ്യം, പെരിയാർ ടൈഗർ റിസർവിൻ്റെ വിസ്തീർണം. പെരിയാർ ടൈഗർ റിസർച്ചിൻ്റെ വിസ്തീർണം 925 സ്ക്വയർ കിലോമീറ്റർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം. കേരളത്തിലെ ആന പുനരധിവാസ കേന്ദ്രം കോട്ടൂർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ശുദ്ധജല തടാകം. കേരളത്തിലെ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് എന്നാണ് ചോദ്യം. വേമ്പനാട് കായൽ. വേമ്പനാട്ട് കായൽ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. അടുത്ത ചോദ്യം, മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ഏത് മൃഗമാണ് എന്നാണ് ചോദ്യം. മുത്തങ്ങ വന്യജീവി കേന്ദ്രത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ഏത് മൃഗമാണ്? ആന. അടുത്ത ചോദ്യം, കേരളത്തെ ആദ്യ ശിശു സൗഹാർദ്ദ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഏത് വർഷമാണ്? 2002. അടുത്ത ചോദ്യം, പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതി ആരംഭിച്ചത് ഏത് വർഷമാണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് ഏത് വർഷമാണ്? 1940. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ് എന്നാണ് ചോദ്യം. ശ്രീ ചിത്തിര തിരുനാൾ രാമവർമ്മ. ശ്രീ ചിത്തിര തിരുനാൾ. അടുത്ത ചോദ്യം, വിദ്യാധി രാജ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. വിദ്യാധി രാജ എന്ന പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം, അയ്യങ്കാളിയുടെ ജന്മസ്ഥലം എവിടെയാണ്? അയ്യങ്കാളിയുടെ ജന്മസ്ഥലം എവിടെയാണ് എന്നാണ് ചോദ്യം. തിരുവനന്തപുരം. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. അടുത്ത ചോദ്യം, കുരിശ്യകലാപം നടന്ന വർഷം. കുരിശ്യകലാപം നടന്ന വർഷം 1812. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ഇന്ത്യയിലെ ആദ്യ സമരം ചമ്പാരൻ സമരം. അടുത്ത ചോദ്യം, ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രം ഏതാണ്? ജർമ്മൻ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായ കേന്ദ്രം റൂക്കേല. അടുത്ത ചോദ്യം, ISRO രൂപീകൃതമായത് ഏത് വർഷമാണ്? ISRO രൂപീകൃതമായത് ഏത് വർഷമാണ്? 1969. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ചാന്ദ്രപര്യവേഷണ ദൗത്യം. ഇന്ത്യയുടെ ചാന്ദ്രപര്യവേഷണ ദൗത്യം ചാന്ദ്രയാൻ. അടുത്ത ചോദ്യം, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പിട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി
ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഫാസൽ അലി. അടുത്ത ചോദ്യം, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയാക്കിയ സംഭവം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാനിടയാക്കിയ സംഭവം ഏതാണ് എന്നാണ് ചോദ്യം. ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം. അടുത്ത ചോദ്യം, രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം. രാജ്യാന്തര പ്രശസ്തി കൈവരിച്ച ഇന്ത്യയിലെ നക്ഷത്ര ആമ പുനരധിവാസ കേന്ദ്രം ഏതാണ് എന്നാണ് ചോദ്യം. ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ വന്യജീവി സങ്കേതം. അടുത്ത ചോദ്യം, ലോക ജലദിനം. ലോക ജലദിനം മാർച്ച് 22. അടുത്ത ചോദ്യം, 2016 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ. 2016 കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ. ചിലി. അടുത്ത ചോദ്യം, സച്ചിൻ ടെണ്ടുൽക്കറിന് അർജുന അവാർഡ് ലഭിച്ച വർഷം. സച്ചിൻ ടെണ്ടുൽക്കർക്ക് അർജുന അവാർഡ് ലഭിച്ച വർഷം 1994. അടുത്ത ചോദ്യം, 2018 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി. 2018 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി റഷ്യ. അടുത്തത് ഒരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 55ാമത്തെ ചോദ്യം, കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? കർണാടക, തമിഴ്നാട്. അടുത്ത ചോദ്യം, 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ലാൽ ബഹദൂർ ശാസ്ത്രി. ലാൽ ബഹദൂർ ശാസ്ത്രി. അടുത്ത ചോദ്യം, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരെയാണ് എന്നാണ് ചോദ്യം. APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാം. അടുത്ത ചോദ്യം, ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് യുദ്ധഭൂമിയാണ് എന്നാണ് ചോദ്യം. സിയാച്ചിൻ. സിയാച്ചിൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ച ആദ്യ ഭാഷ തമിഴ്. അടുത്ത 60ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ആധാർ കാർഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മുടെ ജനറൽ നോളജ്, കറണ്ട് അഫെയർ ആൻഡ് കേരള റിനൈൻസ് സെക്ഷനിൽ ചോദിക്കുന്നത്. ബാക്കിയുള്ളത് അടുത്ത സെക്ഷൻ നമ്മുടെ ജനറൽ ഇംഗ്ലീഷാണ്. അത് കഴിഞ്ഞാൽ മാത്സും മെൻ്റൽ എബിലിറ്റിയുമാണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.